ആരെയും പേടിപ്പെടുത്താനോ ഭീതിപ്പെടുത്താനോ ഭയാശങ്കയിലാക്കാനോ അല്ല ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷെ കേരളത്തിൽ മറ്റൊരു ട്രെൻഡ് ഇപ്പോൾ കണ്ടുവരികയാണ്. 80 ലക്ഷത്തോളം വരുന്ന 78-80 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളാണ് കേരളത്തിലുള്ളത്, ഫാമിലി. അപ്പോൾ എത്ര വീട് വേണം? 78 ലക്ഷം അല്ലെങ്കിൽ 80 ലക്ഷം വീട് മതി. അതിൽ തന്നെ ഒരു 3 മുതൽ 5 ലക്ഷം വരെ വരുന്ന ആളുകൾക്ക് സ്വന്തമായി വീടില്ല, വാടക വീടിലാണ് താമസിക്കുന്നത്. അപ്പോൾ 75 ലക്ഷത്തിന് താഴെയുള്ളവർക്ക് സ്വന്തം വീടും ബാക്കിയുള്ളവർക്ക് വാടക വീടും. ഇതല്ല പുതിയ കഥ. നമ്മുടെ കഥ അതല്ല. ഈ 80 ലക്ഷം വീട് വേണ്ട സ്ഥലത്ത്, മാത്രം മതിയാകുന്ന സ്ഥലത്ത് 1,20,00,000 അടുപ്പിച്ച് വീടുകളുണ്ട്. എന്ന് പറഞ്ഞാൽ 50% വീടുകളെങ്കിലും കേരളത്തിൽ ഇപ്പോൾ കൂടുതലുണ്ട്. ഇതിൽ ഒരു വീട്ടുകാർക്ക് സാമ്പത്തികം ഉണ്ടായതുകൊണ്ടോ, ഗൾഫിൽ പോയിന്റെ പൈസ വന്നതുകൊണ്ടോ, റബ്ബർ വിറ്റതുകൊണ്ടോ, ശമ്പള പരിഷ്കരണം കൊണ്ടൊക്കെ വലിയ സാമ്പത്തികമൊക്കെ ഉണ്ടായെങ്കിൽ 2 വീട് വെക്കുന്നു. അതൊക്കെ അവരുടെ സ്വതന്ത്രമായ ഇഷ്ടം. ഒരാൾ 2 വീട് വെക്കണോ 3 വീട് വെക്കണോ എന്നൊക്കെ ഉള്ളതൊന്നും ഇവിടെ നിയമമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇഷ്ടമുള്ള ചെയ്തോട്ടെ. പക്ഷെ എൻ്റെ പ്രശ്നം അതല്ല, അല്ലെ നമ്മുടെ പ്രശ്നം അതല്ല. ഈ 40 ലക്ഷം വീട് ഒഴിഞ്ഞു കിടക്കുന്നതിൽ വിദേശത്തിരിക്കുന്ന NRIക്കാരുടെ മിക്കവാറും വീടുകൾ വാടകയ്ക്കും കൊടുത്തിട്ടില്ല. അവർ സാമ്പത്തികമായി മെച്ചമുള്ളവരാണെങ്കിൽ ഇനി വാടകയ്ക്ക് കൊടുത്ത് വീടിനെ മുടിക്കണ്ട എന്ന് വിചാരിച്ച് ഇനി വാടകക്കാർ ഈ വീടിനെ ഇറങ്ങിയില്ലെങ്കിലോ അവർ മുടിക്കുമോ, എന്തിനാണ് നമ്മൾ പൂട്ടിയിടാം എന്ന് വിചാരിച്ച് നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് വീടുകളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞാൻ പൂട്ടിയിട്ടിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ എൻ്റെ വീഡിയോ ചെയ്യുന്നതിൻ്റെ ചുറ്റും ഒരു 12 13 വീടാണ് NRIക്കാരുടേത് ഒഴിഞ്ഞു കിടക്കുന്നത്. ആ വീടുകളിൽ വ്യാപകമായ മോഷണം ഉണ്ടാകുന്നു. പ്രധാനമായി ഇലക്ട്രിക് ഉപകരണങ്ങളാണ് വീട്ടിനകത്തുള്ള AC, അതുപോലെ തന്നെ ഫാൻ, ട്യൂബ് ലൈറ്റ് തുടങ്ങിയ ഇലക്ട്രിക് ഉപകരണങ്ങളാണ് അഴിച്ചുകൊണ്ട് പോകുന്നത് കള്ളന്മാർ എന്നത് പുതിയൊരു ട്രെൻഡാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ നഗരങ്ങളിലൊക്കെ തൊട്ടടുത്ത വീട്ടിൽ ആരെങ്കിലും വരികയോ തുറക്കുകയോ അവർ രാത്രി വന്ന് പൂട്ടുപൊളിക്കുകയോ ഒക്കെ ചെയ്താലും ശബ്ദവും ബഹളമൊന്നും ഉണ്ടായില്ലെങ്കിൽ ആരും ശ്രദ്ധിക്കില്ല. കാരണം അവിടെ അതിൻ്റെ ഓണർ വന്നിട്ട് പോയതാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഓണർ ചുമതലപ്പെടുത്തി ആരെങ്കിലും വന്ന് കൊണ്ടുപോകണതാണെന്ന് വിചാരിക്കും. അപ്പോൾ കാറ് കൊണ്ട് നിർത്തി ഫാനും ഈ ഫിറ്റിങ്സ് എല്ലാം ഇളക്കി കാറിൽ വെച്ചുകൊണ്ട് പോയാലും തൊട്ടടുത്ത് ഉള്ള വീട്ടുകാർ ചോദിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം എന്തിനു ചോദിക്കണം? കാരണം ആ വീട്ടുകാർ പറഞ്ഞിട്ടാണ് കൊണ്ടുപോകണമെങ്കിൽ എന്തിനു ചോദിക്കണം? ഇനി ചോദിച്ചാൽ തന്നെ ഇത് ചേട്ടൻ പറഞ്ഞിട്ടാണ് എന്നോട് വിളിച്ച് പറഞ്ഞു ചേട്ടൻ ഇതൊന്നും എന്ന് പറഞ്ഞാൽ അറിയില്ല. അപരിചിതത്വമുള്ള ഒരു നാട്ടിൽ ആരാണ് വീട് വച്ചിരിക്കുന്നത് പോലും അറിയാത്തവർ, ആർക്കോ വേണ്ടി ബിനാമി ഇടപാടിൽ വീട് വെച്ചവർ, ഗൾഫിലിരിക്കുന്നവർക്ക് വേണ്ടി നാട്ടിലെ കോൺട്രാക്ടറും എഞ്ചിനീയറും വീട് വെച്ചു. എപ്പോഴോ ഒരിക്കൽ ഗൾഫിലിരിക്കുന്നവർ വന്നിട്ട് പോയി, അവർ അടുത്ത വീട്ടിൽ എങ്ങും പോയിട്ടുമില്ല, അവരെ ആർക്കും കോൺടാക്റ്റും ഇല്ല. വളരെ വളരെ ഗുരുതരമായൊരു സാമൂഹ്യ വിഷയമാണ് ഇതിൽ ഉയർന്നു വരുന്നത്. കൃത്യമായ മോഷണമാണ് നടക്കുന്നത്. ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളാണ്, സാനിറ്ററി വെയേഴ്സാണ്. കാരണം നല്ല ബാത്റൂമിലൊക്കെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഫിറ്റിങ്സ് വെച്ചിട്ടുണ്ട്. അത് ഇളക്കിയെടുക്കുക, വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ അത് ഇളക്കുക, AC ഇളക്കുക. അതുപോലെ നല്ല സൂപ്പർ ഡോറുകളും ഡോറിന് ചില ലോക്കുകളൊക്കെ വളരെ വിലപിടിപ്പുള്ള ലോക്കുകൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ കോസ്റ്റ്ലി ആയിട്ട് വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോകുന്ന പുതിയൊരു തസ്കര സംഘം കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പല രൂപത്തിലാണ് അവർ വരുന്നത്. ഇപ്പോൾ വരുന്നത് വീടുകൾ കേന്ദ്രീകരിച്ചാണ്, ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഇവരുടെ മോഷണ പരമ്പര നടക്കുന്നത്. തിരക്കുള്ള ബസ്സിൽ കയറി മോഷ്ടിക്കുന്ന രീതിയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെയാണ് അതിനകത്ത് കൂടുതൽ മിടുക്കരായിട്ട് വന്നത്. പക്ഷെ അതൊക്കെ മാറി. ഇപ്പോഴത്തെ മോഷണ രീതി ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളെ ടാർഗറ്റ് ചെയ്യുക, അവിടെ ആ വീട്ടിൻ്റെ ഉടമസ്ഥർ ചുമതലപ്പെടുത്തിയവരാണോ എന്നുള്ള ധാരണയിൽ ഒരു സന്ദേശമൊക്കെ അവിടെ കൊടുത്തുകൊണ്ട് പരമാവധി വീട്ടിലെ ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളും ഇലക്ട്രോണിക് സാധനങ്ങളുമൊക്കെ അടിച്ചുകൊണ്ട് പോകുന്ന പുതിയ ഒരു ട്രെൻഡ് കേരളത്തിൽ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതൊരു ട്രെൻഡായി വരികയാണ്. പലപ്പോഴും ഇതിനകത്ത് കേരളത്തിലെ തൊഴിലാളികൾ മാത്രമല്ല, അല്ലെങ്കിൽ കള്ളന്മാർ മാത്രമല്ല ഇതിനകത്ത് ഇടപെടുന്നത്, അന്തർ സംസ്ഥാന കള്ളന്മാരും വന്ന് ഇതിൽ ഇടപെടുന്നു എന്നുള്ളതാണ് പുതിയ ക്രൈം റെക്കോർഡ് പറയുന്നത്. അതുകൊണ്ട് ആളുകൾ ജാഗ്രതയിൽ, വീട് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ വാടകയ്ക്ക് കൊടുത്തേക്കുക, അല്ലെങ്കിൽ സത്യസന്ധരും സുതാര്യമായിട്ടുള്ളവർ വാടകയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുക. അല്ലാതെ വീട് ഇങ്ങനെ ദീർഘകാലമായി അടച്ചിട്ടാൽ അവിടെ മോഷണം നടക്കുന്നത് അറിയുന്ന പോലുമില്ല. വിദേശത്തിരിക്കുന്ന ഒരാൾ നാട്ടിൽ മോഷണം നടന്നുവെന്ന് അറിയുന്ന പോലുമില്ല. ഈ പൂട്ടൊക്കെ മനോഹരമായി തല്ലിപ്പൊട്ടിക്കുക എന്നും അല്ല ചെയ്യുന്നത്. അല്ലാതെ നോർമലായി പൂട്ട് തുറന്നകത്ത് കയറി സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി പൂട്ടിയിട്ടിരിക്കുകയാണ് വീണ്ടും. ഇനി
ഗൾഫിലിരിക്കുന്നവരോ വിദേശത്തിരിക്കുന്നവരോ അമേരിക്കയിലിരിക്കുന്നവരോ മറ്റു രാജ്യത്തിരിക്കുന്നവർ നാട്ടിൽ വന്ന് തുറന്നു നോക്കുമ്പോഴാണ് അറിയുന്നത് എൻ്റെ വീട് കൊള്ളയടിക്കപ്പെട്ടു എന്ന്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഗൗരവമായി മലയാളി ശ്രദ്ധിക്കണം. വീട് വച്ചിട്ടിട്ടുള്ളവർ അത് കെയർ ടേക്കർമാരെ ഏൽപ്പിക്കണം. അത് വളരെ പ്രതിസന്ധി നിറഞ്ഞൊരു കാലമാണ്. കള്ളന്മാർ വ്യാപകമായി വീട് കൊള്ളയടിക്കുന്ന, ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ കൊള്ളയടിക്കുന്ന പുതിയ കാഴ്ചയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസും ഇതിനകത്ത് ജാഗ്രത കാണിക്കണം. അതുപോലെ താമസിക്കുന്ന വീട്ടുകാർ, ഏതെങ്കിലും വീട്ടിൽ ആൾ താമസം ഉണ്ടെങ്കിൽ തൊട്ടടുത്ത വീടുകൾ ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ, അവിടെ ആൾ താമസം ഇല്ലെങ്കിലും അപരിചിതർ വരികയാണെങ്കിൽ ഒരു കണ്ണ് അങ്ങോട്ടേക്ക് വച്ചേക്കണം. എന്തെങ്കിലും സാധന സാമഗ്രികളൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ എന്തിനാണ്, ആർക്കാണ്, എവിടെയാണെന്ന് ചോദിച്ചൊരു ക്രോസ് ചെക്ക് ചെയ്യാനുമെങ്കിലുമുള്ള സാമാന്യമായ കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്.